അള്ളാഹു തആല അവരെ കുറിച്ച് പറഞ്ഞത് ഇന്നഹും ഫിത്യത്തുൻ, അവർ ഒരു സംഘം യുവാക്കളായിരുന്നു, ആമനു ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നത് ഇതുപോലെയാണ് അമ്പിയാക്കളുടെ മുഴുവൻ ചരിത്രം. അവരിൽ ആദ്യം വിശ്വസിക്കുക അധികവും യുവാക്കളും സാധുക്കളുമായിരിക്കും. എന്തുകൊണ്ടാണ് ഈ രണ്ട് വിഭാഗം വിശ്വസിക്കാൻ കാരണം? ഒന്ന്, ഒരാൾക്ക് പ്രായമാകുമ്പോൾ ഹക്ക് സ്വീകരിക്കാനുള്ള ഒരു മടി വരും. കാരണം ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചതൊക്കെ ബാത്തിലാണെന്ന് പറയണം. വയസ്സുകാലത്ത് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇത്രയും കാലം ഞാൻ ചെയ്ത പണിയെല്ലാം ബാത്തിലായിരുന്നു എന്ന് പറയണം. അതുപോലെ ഇത്രയും കാലം ഉണ്ടാക്കിയ ഒരുപാട് ബന്ധങ്ങളുണ്ടാകും, അതൊക്കെ മുറിച്ചു കളയണം, എന്നിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കണം. വലിയ പ്രയാസമായിരിക്കും. ഇനി പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനൊന്നും സമയമില്ല. എന്നാലോ ഒരു യുവാവിനാണെങ്കിൽ അയാൾക്ക് ജീവിതം തുടങ്ങുന്നുള്ളൂ, ഒരു നിലപാടെടുക്കേണ്ട പ്രായമാണ്. അതുപോലെ തന്നെ അയാൾക്ക് ഇനിയും പുതിയ ബന്ധങ്ങളാവാം. അതുകൊണ്ട് എളുപ്പമാണ് ഇസ്ലാം സ്വീകരിക്കാൻ. അതുപോലെ തന്നെ ദരിദ്രന്മാർ, അവരേത് ദീൻ സ്വീകരിച്ചാലും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. എന്നാലോ സമ്പന്നന്മാര്, അധികാരമുള്ള ആളുകൾ, അവർ മാറിയാൽ ആളുകൾ അവരെ വെറുതെ വിടില്ല. അവരുടെ അനുയായികൾ തന്നെ അവർ ചിലപ്പോൾ കൈകാര്യം ചെയ്യും. അതാണ് ഹിറാക്ലീസിന് സംഭവിച്ചത്. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കിട്ടിയപ്പോൾ ഉറപ്പായിരുന്നു ഇത് നബിയാണ്. എത്രത്തോളം അദ്ദേഹം ഈ കത്ത് കൊണ്ടുവന്ന ആളുകളോട് പറഞ്ഞു, ഇത് നബിയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയാൽ അദ്ദേഹത്തിന്റെ കാല് ഞാൻ കഴുകി കൊടുക്കും, കാരണം അദ്ദേഹം നബിയാണെന്നൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ആധിപത്യം എന്റെ നാട്ടിലെത്തും, എന്റെ കസേര അദ്ദേഹം പിടിക്കും ഭാവിയിൽ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇസ്ലാം സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോൾ ആളുകളൊക്കെ കൂടി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ സഭയിലുള്ള ആളുകൾ. അപ്പം അദ്ദേഹം വെറുതെ ഒരു അഭിനയം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിശോധിച്ചതാണ്, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ എന്ന് നോക്കിയതാണ്. ഇസ്ലാം സ്വീകരിക്കാൻ പോകാണെന്ന് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉറപ്പൊന്ന് നോക്കിയതാണ്, ഞാൻ ഇസ്ലാമൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങി. കാഫിറായി മരിച്ചുപോയി. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ചിലപ്പോൾ സമ്പത്തും അധികാരമൊക്കെ ഒരു ഫിത്നയായി മാറും, ഒരു ഷർറായി മാറും.